ഇപ്പോൾ മിഥില നിൽക്കുന്നത് എവിടെയാണ്? ഇതിനിടെ ഒരു കിണർ നിർമ്മാണം, ഒരു മരണം അതെല്ലാം സംഭവിച്ചിട്ടുണ്ടല്ലോ. അനുജ, ഞാനുള്ളത് കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ്. ഉച്ചവരെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു. ഒരു 3 മണി 4 മണി വരെയൊക്കെ നല്ല ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല മഴയാണ്, ശക്തമായ മഴയാണ് കോഴിക്കോട് നഗരത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. കിണറിടിഞ്ഞാണ് ഒരു അപകടമുണ്ടായത്. അത് വടകരയിലാണ്. 12:30-ക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. ശക്തമായ മഴ ഈ കിണർ ഇടിയുന്ന സമയത്തുണ്ടായിരുന്നു. നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് ഈ കിണർ ഇടിഞ്ഞത്. 6 പേരായിരുന്നു കിണറിൻ്റെ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പേരാണ് ഇത്തരത്തിൽ മണ്ണിനടിയിൽപ്പെട്ടത്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തി, മറ്റൊരാളുടെ മൃതദേഹമാണ് ലഭിച്ചത്. കണ്ണൂർ കരിയാട് സ്വദേശി രതീഷാണ് മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ കോഴിക്കോട് ജില്ലയിൽ നാളെ റെഡ് അലേർട്ടാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരുകയും സ്വീകരിക്കേണ്ട മുൻകരുതൽ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജലാശയങ്ങളിലെ പുഴകളിലെ എല്ലാം നീരൊഴുക്ക് അല്ലെങ്കിൽ ജലനിരപ്പ് കൃത്യമായി നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം കളക്ടർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മാത്രമല്ല, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടങ്ങൾ, കടൽത്തീരങ്ങൾ, പുഴകൾ എന്നിവകളിലേക്ക് ഇറങ്ങുന്നതിന് വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ക്വാറികളുടെ പ്രവർത്തനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ രാവിലെ മുതൽ തന്നെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ രാവിലെ മുതൽ തന്നെ നല്ല നാശനഷ്ടങ്ങൾ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാളെ റെഡ് അലേർട്ടാണുള്ളത് ജില്ലയിൽ. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ജില്ല നിലവിലുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുജ, അതാണ് കോഴിക്കോട്ട് നഗരത്തിൽ ശക്തമായ മഴ, കൂടാതെ മാവൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുമൊക്കെ കനത്ത മഴയുണ്ട് എന്നുള്ളതാണ് ജാഗ്രതാ നിർദ്ദേശം. ഇതിനോടകം തന്നെ പല രീതിയിൽ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്.